നമസ്കാരമുണ്ട് പ്രിയരെ. ഇന്നത്തെ പുതിയ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കഥ ആരംഭിക്കാം. എൻ്റെ പേര് രാജീവൻ. ഞാനിപ്പോൾ ഡിഗ്രി പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു മാളിൽ ജോലി ചെയ്യുകയാണ്. എനിക്കിപ്പോൾ ഒരു 25 വയസ്സ് പ്രായമുണ്ട്. സത്യം പറയാമല്ലോ, പെണ്ണുങ്ങളോടൊക്കെ കുറച്ച് താല്പര്യമുള്ള ആളാണ് ഞാൻ കേട്ടോ. പക്ഷേ അങ്ങനെ തുറന്നടിച്ച് ഒരു പെണ്ണുങ്ങളോടൊന്നും ഒന്നും തന്നെ പറയാറില്ല. പക്ഷെ ഒരു പെണ്ണിനെ കണ്ടാൽ ഞാൻ അവളെ നല്ല രീതിയിൽ തന്നെ നോക്കി നിൽക്കും. അവളുടെ എവിടെയൊക്കെ കാണാൻ പറ്റുമോ അവിടെയൊക്കെ നോക്കി ഞാൻ വെള്ളമിറക്കുകയും ചെയ്യും. അതാണ് എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഞങ്ങളുടെ മാളില് അക്കൗണ്ട് സെഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ കുറച്ചു നാളുകൾ ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു പെൺകുട്ടി ജോലിക്കായിട്ട് വരുന്നത്. അവളുടെ പേര് സിജി. നന്നായിട്ട് വർത്തമാനം പറയുന്ന ഒരു കിടിലൻ പീസ് എന്ന് തന്നെ പറയാം. എപ്പോഴും എല്ലാവരോടും എന്തെങ്കിലുമൊക്കെ കലവില എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു തവണ പോലും വായടച്ചു വെക്കാൻ അവൾക്ക് പറ്റില്ല. ജോലിക്ക് ചേർന്നിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. അവൾ എന്നോടൊക്കെ നല്ല കൂട്ടാണ്. പക്ഷേ അവളെ ഞാൻ അറിയാതെ തന്നെ ഒരുപാട് നോക്കാറുണ്ട്. എന്റെ സ്വഭാവം മറ്റുള്ളവർ അറിയുന്നത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ അവർ അറിയാതെ അവരെയൊക്കെ ഞാൻ വായി നോക്കാറാണ് പതിവ്. അങ്ങനെ ഞങ്ങൾ നല്ല കൂട്ടായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു ദിവസം ആഹാരം കഴിക്കുന്നതിന് വേണ്ടി ഞാൻ പുറത്തു പോകാൻ തീരുമാനിച്ചു. ഏകദേശം ഉച്ചയായപ്പോഴേക്കും ഞാൻ പുറത്തുപോയി ആഹാരം കഴിക്കുന്നതിന് വേണ്ടി എന്റെ വണ്ടിയുടെ താക്കോലും എടുത്തുകൊണ്ട് ഇറങ്ങിയപ്പോൾ പുറകിൽ നിന്ന് ആരോ വിളിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കി. അത് അവളാണ്, സിജി. ഞാൻ അവിടെ തിരിഞ്ഞു നിന്നു. അവൾ എന്നോട് ചോദിച്ചു, ഞാൻ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവന്നില്ല, ഞാനും കൂടി ആഹാരം കഴിക്കാൻ വരട്ടെ എന്ന് ചോദിച്ചു. ഞാനെങ്ങനെ അവളോട് വേണ്ട എന്ന് പറയും? ഞാനാണെങ്കിൽ അവളെ നല്ല രീതിയിൽ നോക്കാറുമുണ്ട്. അവളെ എങ്ങനെ ഞാൻ നോക്കാതെ ഇരിക്കും? അത്യാവശ്യം പൊക്കം കുറവാണ് അവൾക്ക്. എന്നാൽ നല്ല ആവശ്യത്തിന് തടിയുമുണ്ട്. അവളുടെ ആ മുന്നഴക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആരായാലും ഒന്ന് നോക്കിപ്പോകും. അവൾക്ക് അത്യാവശ്യം തടി ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം മുന്നഴകും ഉണ്ടായിരുന്നു. സാധാരണ ആളുകളെക്കാളും അവളുടെ മുന്നഴക് വ്യത്യസ്തമായി കൂർത്തു നിൽക്കുന്നത് പോലെയാണ്. അവൾ എപ്പോഴും നല്ല രീതിയിലുള്ള ടൈറ്റ് വസ്ത്രങ്ങളാണ് ഇടാറുള്ളത്. എന്തായാലും അന്ന് അവൾ ആഹാരം കഴിക്കാൻ വേണ്ടി എന്റെ കൂടെ വന്നു. ഞങ്ങൾ രണ്ടുപേരും സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തി. സാധാരണ അവൾ വീട്ടിൽ നിന്നും ആഹാരം കൊണ്ടുവരുന്നതായിരുന്നു. അന്ന് ആഹാരം കൊണ്ടുവന്നില്ല. കുറച്ചു ദൂരെ ഒരു ഹോട്ടലുണ്ട്, അവിടേക്ക് പോകാനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ടൗൺ വരെ പോയി അവിടുന്ന് ആഹാരം കഴിക്കാമെന്ന് അവൾ എന്നോട് നിർബന്ധിച്ചു പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ വണ്ടിയും എടുത്ത് അവളെയും ഒപ്പം കൂട്ടി ടൗണിലേക്ക് പോയി. സത്യം പറഞ്ഞാൽ അതൊരു അടിപൊളി മനോഹരമായ ഒരു യാത്ര തന്നെ ആയിരുന്നു. എൻ്റെ ബൈക്കിന്റെ പുറകിൽ അവൾ എന്നെ മുട്ടിയിരുന്നു. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, അവൾ അകത്തിടുന്നത് എന്തോ കൂർത്തു നിൽക്കുന്ന ടൈപ്പാണെന്ന്. അതുകൊണ്ട് തന്നെ അവളുടെ മുന്നഴക് ഒരാളെ കുത്താൻ പാകത്തിന് കൂർമ്മിച്ചായിരുന്നു ഇരുന്നത്. അത് വെച്ച് എന്റെ പുറത്ത് നല്ല രീതിയിൽ അവൾ കുത്തുന്നുണ്ടായിരുന്നു. വണ്ടിയിലിരുന്ന് ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ. അവൾക്ക് തീരെ പൊക്കം കുറവായതുകൊണ്ട് തന്നെ എന്റെ പുറത്ത് അവൾ നല്ല രീതിയിൽ ഒട്ടിയായിരുന്നു ഇരുന്നത്. അതുമല്ല, എനിക്ക് അത്യാവശ്യം പൊക്കമുള്ളത് അതുകൊണ്ട് തന്നെ പുറകിലിരിക്കുന്ന ആൾ അത്യാവശ്യം നല്ല രീതിയിൽ എന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് സംസാരിച്ചാൽ മാത്രമേ എനിക്ക് കേൾക്കാൻ പറ്റുകയുള്ളൂ. എന്റെ അടുത്തേക്ക് ഒട്ടിയിരുന്ന് സംസാരിച്ചില്ലെങ്കിൽ എനിക്കൊന്നും കേൾക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ട് അടുത്തിരുന്ന് എന്നോട് സംസാരിക്കുകയായിരുന്നു അവൾ. സത്യം പറഞ്ഞാൽ അവൾ ഓരോന്ന് പറയുമ്പോഴും ഞാൻ അതൊന്നും കേൾക്കാതെ അവളുടെ പലതും എന്റെ ദേഹത്ത് ഇടിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇടിക്കുന്ന സമയത്ത് എനിക്ക് പലതും തോന്നുന്നുണ്ടായിരുന്നു. എന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിന്റെ ഇടയിൽ ഇതുപോലുള്ള ഒരു മുട്ടൽ ആദ്യമായിട്ടായിരുന്നു എനിക്ക് കിട്ടിയത്. ഞാനത് നന്നായി തന്നെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഓഫീസിലേക്ക് മടങ്ങുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു മഴ പെയ്തത്. എന്തായാലും കുറച്ചു ദൂരമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങൾ മുൻപോട്ട് തന്നെ വന്നു. അപ്പോഴേക്കും മഴ കൂടി. ഞങ്ങൾ മൊത്തം നനഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് ഞാനും അവളും കൂടി ഒരു കടയുടെ മുന്നിലേക്ക് കയറി നിന്നു. കുറച്ചു നേരം അവിടെ നിന്നിട്ടും മഴയൊന്നും പോകുന്ന യാതൊരു ലക്ഷണവുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്.
കുറച്ചു നേരം കൂടി ഞങ്ങൾ അവിടെ തന്നെ നിന്നപ്പോൾ മഴ കുറഞ്ഞു. വീണ്ടും വണ്ടിയെടുത്ത് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതും പാഞ്ഞു വന്ന ഒരു കാർ റോഡ് സൈഡിൽ ഉണ്ടായിരുന്ന ചെളിവെള്ളം തെറിപ്പിച്ച് അവളുടെ ദേഹത്തെ തുണിയിലെല്ലാം അഴുക്കായി. അതുകൊണ്ട് തന്നെ അവൾക്കാണെങ്കിൽ ഭയങ്കര സങ്കടവുമായി. ഇനി എങ്ങനെ ഓഫീസിൽ പോകും എന്നൊക്കെ വിചാരിച്ച് കുറെ നേരം അവിടെ തന്നെ നിന്നു. ആ സമയം ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? തൊട്ടടുത്തുള്ള തുണിക്കടയിൽ ചെന്ന് ഒരു ചുരിദാറിന്റെ ടോപ്പ് വാങ്ങിക്കൊണ്ടുവന്ന് അവളുടെ കയ്യിൽ കൊടുത്തു. പക്ഷേ ആ ഒരു ചെളിയിൽ ഓഫീസ് വരെ പോയി അത് ഇടാനുള്ള ക്ഷമ അവൾക്കില്ലായിരുന്നു. ദേഹമാസകലം നല്ല രീതിയിൽ ചെളി പറ്റിയിരിക്കുകയായിരുന്നു. അങ്ങനെ അവൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ കുറെ നേരം അവിടെ നിന്ന് ആലോചിച്ചു, എന്ത് ചെയ്യും? അപ്പോഴാണ് എന്റെ ഓർമ്മയിൽ വന്നത് എന്റെ ഒരു കൂട്ടുകാരന്റെ വീട് അവിടെ തൊട്ടടുത്തുള്ളതായിട്ട് ഞാൻ ഓർത്തു. ഞാൻ അവളെയും വിളിച്ചുകൊണ്ട് കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ കൂട്ടുകാരന്റെ അച്ഛനും അമ്മയും അവിടെ ഇല്ല, അവൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവനോട് കാര്യം പറഞ്ഞപ്പോൾ അവൻ ഒരു മുറി എന്നെ കാണിച്ചു തന്നു. പക്ഷെ അവളെ അതേപോലെ അവിടെ കൊണ്ടുവന്നത് കൊണ്ട് അവൻ എന്നെ മറ്റൊരു രീതിയിലായിരുന്നു കണ്ടത്. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെയും വിളിച്ചുകൊണ്ട് അവന്റെ വീട്ടിൽ ചെന്നതുപോലെയാണ് അവന്റെ പെരുമാറ്റം. അവനൊരു ആക്കിയ രീതിയിലായിരുന്നു എന്നോടുള്ള ആ നോട്ടമൊക്കെ. സത്യം പറഞ്ഞാൽ അത് നല്ലൊരു അവസരമായിരുന്നു. അവളുടെ അകത്തിടുന്ന സാധനം നല്ല കൂർത്തതാണ്. അതുകൊണ്ട് അവളുടെ മുന്നഴവ് കൂർത്താണ് നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നതെന്നറിയാൻ എനിക്ക് ആകെ കൊതിയായിരുന്നു. അവൾ അകത്തുപോയി അവളുടെ ചുരിദാറുകൾ മാറ്റുമ്പോൾ ഞാൻ പതിയെ വാതിൽ തുറന്ന് അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പക്ഷേ അവൾ അങ്ങോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത്. എനിക്ക് പുറം മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. പാൻറ്റൊന്നും അവൾ അഴിക്കുന്നില്ല. ടോപ്പുകൾ അവളുടെ തലവഴി പുറത്തേക്ക് ഊരിയെടുത്തു. ഞാൻ അതെല്ലാം കണ്ട് കൺകുളിർക്കെ അവിടെ തന്നെ നിന്നു. പിന്നീട് ഞാൻ മേടിച്ചു കൊടുത്ത ചുരിദാറിന്റെ ടോപ്പ് അവൾ തലവഴി അവൾ ദേഹത്തേക്ക് ഇട്ടു. എല്ലാം കഴിഞ്ഞ് അവൾ റൂമിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ എല്ലാം കണ്ട് ആസ്വദിച്ച് വെള്ളമുറക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. എന്നിട്ട് അവൾ വരുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ കസേരയിൽ പോയിരുന്നു. എല്ലാം കഴിഞ്ഞ് അവളും ഞാനും കൂടി തിരിച്ച് ഓഫീസിലേക്ക് പോയി.